ഒരംശം മനുഷ്യാംശം. അതുകൊണ്ട് 33 ദേവതാംശത്തെ നമ്മൾ പൂജിച്ചു എന്നാണ്. അനുഷ്ഠാനം കൊണ്ട്, ആചാരം കൊണ്ട്, നാമജപം കൊണ്ട്, സത്സംഗം കൊണ്ട്, നല്ല ആളുകളുമായുള്ള സമ്പർക്കം കൊണ്ട് 33 രാക്ഷസാംശത്തെ ഇല്ലായ്മ ചെയ്ത് 66 ദേവാംശവും 33 മനുഷ്യാംശവുമായി നമുക്ക് വളരാനാണ് ദേവാലയങ്ങൾ നമുക്ക് സമ്പാദിച്ചു തന്നത് എന്ന് ആചാര്യന്മാർ വ്യക്തമാക്കി. പക്ഷെ നമുക്കത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ദേവാലയത്തിൽ വന്നോ, വീട്ടിൽ വന്നോ, സമൂഹത്തിൽ വന്നോ നമ്മുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ആളില്ലാതെ പോയതിന്റെ കുറവുകളും ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഹിന്ദുക്കളായ നമ്മളാണ്. 33 കോടി ദേവതകൾ. മറ്റു മതങ്ങളൊക്കെ പറയുന്നു ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ, നിങ്ങൾക്ക് 33 കോടി ദേവതകളുണ്ട്, അതുകൊണ്ട് ആ 33 കോടി കുഴി കുഴിച്ചാൽ വെള്ളം കിട്ടില്ല, ഒറ്റ കുഴി കുഴിച്ചാലേ വെള്ളം കിട്ടൂ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു സംസ്കാരത്തിന്റെ ശാസ്ത്രമുണ്ട്. ചെല്ലുമ്പോൾ അത് കൃഷ്ണനാണ്, ശബരിമല ചെല്ലുമ്പോൾ അത് അയ്യപ്പനാണ്, പളനിയിൽ ചെല്ലുമ്പോൾ അത് മുരുകനാണ്. അങ്ങനെ 33 കോടി ദേവതകൾ. ഇതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? ഏതാണുള്ളത്? ഗണപതിയുടെയും വിഗ്രഹങ്ങൾ നാളെ ഉപദേവതകളായി പ്രതിഷ്ഠിക്കുകയാണ്. ഒരു രൂപം കാണുമ്പോൾ വിശേഷേണ നമ്മൾ ഗ്രഹിക്കുന്നത് കൊണ്ട് അത് ഗണപതിയുടെ വിഗ്രഹം. ശാസ്താവിന്റെ വിഗ്രഹം കാണുമ്പോൾ അത് ശാസ്താവാണെന്ന് നമ്മൾ വിശേഷേണ ഗ്രഹിക്കുന്നത് കൊണ്ട് അത് ശാസ്താവിന്റെ വിഗ്രഹം. ദുർഗാ പരമേശ്വരിയുടെ വിഗ്രഹം കാണുമ്പോൾ അത് ദുർഗാ പരമേശ്വരിയാണെന്ന് വിശേഷേണ പ്രത്യേകമായി ഗ്രഹിക്കുന്നത് കൊണ്ട്, മനസ്സിലാക്കുന്നത് കൊണ്ട് അത് ദുർഗാ പരമേശ്വരിയുടെ വിഗ്രഹം. ഇതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? കരിവേടകത്ത് വന്നപ്പോ ദുർഗാ പരമേശ്വരിയാണെന്ന് വിശേഷേണ ഗ്രഹിച്ച ഞാൻ, ഗുരുവായൂരിൽ ചെന്നപ്പോ കൃഷ്ണനാണ് എന്ന് വിശേഷേണ ഗ്രഹിച്ച ഞാൻ, ശബരിമല ചെല്ലുമ്പോ അയ്യപ്പനാണ് എന്ന് വിശേഷേണ ഗ്രഹിച്ച ഞാൻ, പളനിയിൽ ചെല്ലുമ്പോൾ മുരുകനാണ് എന്ന് വിശേഷേണ ഗ്രഹിച്ച ഞാൻ, ഇന്ന് അർദ്ധരാത്രി 1 മണിക്ക് കായംകുളത്തിന് അടുത്തുള്ള പള്ളിക്കൽ എന്റെ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ കിടപ്പറയിൽ, എന്റെ കട്ടിലിൽ എന്നെ കാത്ത് 4 സ്ത്രീകൾ നിരന്നിരിക്കുന്നത് ഞാൻ കാണും. ആദ്യമിരിക്കുന്ന സ്ത്രീയെ കാണുമ്പോൾ വിശേഷേണ ഞാൻ ഗ്രഹിക്കുന്നു അതെന്റെ അമ്മയാണ്. രണ്ടാമതിരിക്കുന്ന സ്ത്രീയെ കാണുമ്പോൾ വിശേഷേണ ഞാൻ ഗ്രഹിക്കുന്നു അതെന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യയേക്കാൾ സൗന്ദര്യമുള്ള, എന്റെ ഭാര്യയേക്കാൾ യൗവനയുക്തയായ സ്ത്രീ എന്റെ ഭാര്യയോട് ചേർന്ന് അർദ്ധരാത്രിയിൽ എന്നെ കാത്തിരിക്കുന്നത് കാണുമ്പോൾ വിശേഷേണ ഞാൻ ഗ്രഹിക്കുന്നു അതെന്റെ സഹോദരിയാണ്. എന്റെ സഹോദരിയേക്കാൾ അല്പം കൂടെ പ്രായം കുറഞ്ഞ യൗവനയുക്തയായ പെൺകുട്ടിയെ അർദ്ധരാത്രിയിൽ എന്നെ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് കണ്ണിമ വെട്ടാതെ എന്നെ കാത്തിരിക്കുന്നത് കാണുമ്പോ വിശേഷേണ ഞാൻ ഗ്രഹിക്കുന്നു അത് എന്റെ മകളാണ്. 4 സ്ത്രീകളാണ് എന്ന് കരുതി എനിക്ക് തോന്നിയതുപോലെ അർദ്ധരാത്രിയിൽ ഗ്രഹിക്കാൻ ഭാരതത്തിന്റെ സംസ്കാരം അനുവദിച്ചിരുന്നില്ല. 4 വലിയ പ്രായവ്യത്യാസമൊന്നുമില്ലാത്ത സ്ത്രീകളാണെങ്കിൽ പോലും അമ്മയെ കാണുമ്പോ അമ്മയാണെന്നും, ഭാര്യയെ കാണുമ്പോ ഭാര്യയാണെന്നും, സഹോദരിയെ കാണുമ്പോ സഹോദരിയാണെന്നും, മകളെ കാണുമ്പോ മകളാണെന്നും വിശേഷേണ ഗ്രഹിക്കാൻ സ്കൂളുകളിലോ കോളേജുകളിലോ പോയാൽ സാധിക്കില്ല എന്ന് നമ്മുടെ ആചാര്യന്മാർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. കുലഗുരുവായ വസിഷ്ഠൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പഠിപ്പിച്ചതും ആ സംസ്കാരത്തിന്റെ ശാസ്ത്രമാണ്. ഒരു ദിവസം ഭഗവാനോട് ഗുരു പറഞ്ഞു, മനഃകൃതം കൃതം രാമ ന ശരീരകൃതം കൃതം. എന്താ അർത്ഥം? മനസ്സാണ് രാമ കർമ്മം ചെയ്യുന്നത്, ശരീരമല്ല. അപ്പൊ രാമൻ ചോദിച്ചു, ഗുരുനാഥ, കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ശരീരമല്ലേ? മനസ്സ് എന്ന് പറയുന്ന ഒരു അവയവം ശരീരത്തിൽ ഇല്ലല്ലോ, പിന്നെ അതെങ്ങനെ കർമ്മം ചെയ്യും? എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ശരീരത്തിലെ ഓരോ അവയവങ്ങളല്ലേ? മനസ്സ് എന്ന് പറയുന്ന ഒരു അവയവം ശരീരത്തിൽ ഇല്ലല്ലോ, അതെങ്ങനെ കർമ്മം ചെയ്യുമെന്ന് ചോദിച്ചപ്പോ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഗുരുനാഥൻ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് പറഞ്ഞു, മനസ്സു തന്നെയാണ് കർമ്മം ചെയ്യുന്നത് എന്ന് സ്ഥാപിച്ചു. ഏനൈ വാലിംഗിത കാന്ത തേനൈ വാലിംഗിത സുത. ഒരു പുരുഷൻ അയാളുടെ ഭാര്യയെ ആലിംഗനം ചെയ്യുന്നു. തേനൈ വാലിംഗിത സുത. അതേ പുരുഷൻ അതേ കൈകൾ കൊണ്ട് അയാളുടെ മകളെയും ആലിംഗനം ചെയ്യുന്നു. കൈ മാറിയില്ല, ശരീരം മാറിയില്ല, ആലിംഗനം എന്ന കർമ്മത്തിന് മാറ്റമില്ല. ഭാര്യയും മകളും വലിയ പ്രായവ്യത്യാസമൊന്നുമില്ലാത്ത യൗവനയുക്തകളായ സ്ത്രീകൾ തന്നെ. പക്ഷേ രാമ, ഭാര്യയെ ആലിംഗനം ചെയ്ത വ്യക്തി ഒരു നിമിഷം പോലും കഴിയുന്നതിന് മുൻപ് അയാളുടെ മകളെ ആലിംഗനം ചെയ്യുമ്പോ കൈ മാറിയില്ലെങ്കിലും ശരീരം മാറിയില്ലെങ്കിലും ആലിംഗനം എന്ന കർമ്മത്തിന് മാറ്റമില്ലെങ്കിലും ഭാര്യയും മകളും സ്ത്രീകൾ തന്നെയാണെങ്കിലും ആലിംഗനം ചെയ്ത വ്യക്തി ഒരാൾ തന്നെയാണെങ്കിലും ഭാര്യയെ ആലിംഗനം ചെയ്തപ്പോഴുള്ള മനസ്സല്ല ആ വ്യക്തി അതേ കൈകൾ കൊണ്ട് അയാളുടെ മകളെ ആലിംഗനം ചെയ്തപ്പോഴുണ്ടായത് എന്ന് ഗുരു പറഞ്ഞപ്പോ ഭഗവാൻ ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം. ഭഗവാനെ ആയുധവിദ്യ പഠിപ്പിച്ച വിശ്വാമിത്രൻ, മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് പഠിപ്പിച്ച കുലഗുരുവായ വസിഷ്ഠൻ, രാവണനെ കൊല്ലാൻ രാമന് മന്ത്രോപദേശം കൊടുത്ത അഗസ്ത്യൻ, ഭാരതത്തിന്റെ പാരമ്പര്യത്തിൽ ആചാര്യന്മാരുമായി ബന്ധപ്പെട്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ, വികാരത്തെ ശമിപ്പിച്ച് വിവേകത്തെ വർദ്ധിപ്പിക്കാൻ വിദ്യാഭ്യാസത്തിനേക്കാൾ പ്രാധാന്യം വിവേകത്തിനുണ്ടെന്നറിയാൻ, സമ്പത്തിനേക്കാൾ പ്രാധാന്യം സംസ്കാരത്തിനുണ്ടെന്നറിയാൻ ദേവാലയങ്ങളിൽ എല്ലാ ദിവസവും വരണമെന്ന് ആചാര്യന്മാർ പറഞ്ഞു.
ആ ദേവാലയത്തിൽ വന്ന് ശ്രീകോവിലിന്റെ മുന്നിൽ വന്ന് എങ്ങനെ നമസ്കരിക്കണം എന്ന് ആചാര്യന്മാർ നിർദ്ദേശിച്ചു. ഇപ്പൊ നമസ്കരിക്കാറില്ലല്ലോ. ദുർഗാപരമേശ്വരി ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിംഗ് ഒക്കെ കാണിക്കുമേ. നമസ്കരിച്ചു പോയാൽ ഞാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ വിലയും ജനിച്ച തറവാടിന്റെ പ്രൗഢിയും വാങ്ങുന്ന ശമ്പളത്തിന്റെ അക്കവും ഇരിക്കുന്ന കസരയുടെ വലിപ്പമൊക്കെ നോക്കിയാൽ ഒരു പഴഞ്ചൻ ഏർപ്പാടാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? ഒരു കല്ലിന്റെ മുന്നിൽ വന്നു നിന്ന് നമസ്കരിക്കാനുള്ളതേ എനിക്കുള്ളോ എന്ന അഹന്ത നമ്മെ നശിപ്പിച്ചില്ലേ? കണ്ടാൽ ചിരിക്കാത്ത, കണ്ടാൽ സംസാരിക്കാത്ത വർഗമായി പോയില്ലേ നമ്മൾ? അടുത്തു നിൽപ്പോ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവന് അരൂപൻ ഈശൻ അദൃശ്യനെങ്കിൽ അതിലെന്താശ്ചര്യമെന്ന് ചോദിച്ചത് പഠിക്കേണ്ടത് ദേവാലയത്തിൽ നിന്നല്ലേ? വലത് കൈയും കൂടി ഒരുമിച്ചു ചേർത്തുവെച്ച് വിടരാൻ വെമ്പി നിൽക്കുന്ന താമരമുട്ടകൾ പോലെ കൈകൾ നെഞ്ചിന്റെ മധ്യഭാഗത്ത് ചേർത്തുവെച്ച് നമ്മുടെ ചിന്താതരംഗങ്ങളും ശബ്ദതരംഗങ്ങളും തോട്ട് വേവ്സും സൗണ്ട് വേവ്സും ലൈറ്റ് വേവ്സ് ധാരാളമുള്ള, പ്രകാശതരംഗങ്ങൾ ധാരാളമുള്ള ശ്രീകോവിലിലേക്ക് ഒരു ക്രമാനുഗതമായ ഫ്രീക്വൻസിയിൽ, ആവൃത്തിയിൽ കടത്തിവിട്ടാൽ അത് അവിടെ ചെന്ന് തറച്ചിട്ട് 10 ഇരട്ടി ശക്തിയിൽ പുറപ്പെട്ട സ്ഥാനത്തേക്ക് മടങ്ങി വരുമ്പോഴാണ് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടായി എന്ന് ആചാര്യന്മാർ പറഞ്ഞത്. നാളെ മുതൽ ഇതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. എല്ലാ ദിവസവും വരണം, കുടുംബസഹിതം എല്ലാ ദിവസവും നിങ്ങൾ നാളെ മുതൽ ഈ ദേവാലയത്തിൽ വരണം. ചൈത്രമാസത്തിലെ നവമിയും പുണർദവും ഒത്തുചേർന്ന സുദിനത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മദിനം കൂടിയാണ് രാമനവമി. ഈശ്വരീയ സങ്കല്പത്തിൽ രാമൻ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്ന ശിവൻ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്ന രാമൻ എന്ന മഹാസങ്കല്പം ഈ ദേവാലയത്തിൽ സാധകമാവുകയാണ്. ശ്രീപരമേശ്വരി, ദുർഗാപരമേശ്വരി, പാർവതി സങ്കല്പവും പരമേശ്വര സങ്കല്പവും ഗണപതിയും ശാസ്താവും ഒക്കെ ഒത്തുചേരുന്ന ഒരു പുണ്യമുഹൂർത്തത്തിന് നാളത്തെ ബ്രാഹ്മമുഹൂർത്തം സാക്ഷ്യം വഹിക്കുമ്പോ നാളെ മുതൽ മുടങ്ങാതെ എല്ലാ ദിവസവും കുടുംബസഹിതം വരുന്നവരാകണം ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാർ. ജാതി ചിന്ത കൂടാതെ, രാഷ്ട്രീയ ചിന്ത കൂടാതെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ നമ്മൾ ഒരുമിച്ച് എല്ലാ ദിവസവും ദേവാലയത്തിൽ വരണം. ദാഹിച്ചിരിക്കുന്നവന്റെ അടുക്കലേക്ക് വെള്ളമൊഴുകി വരാറില്ല. വെള്ളത്തിന്റെ അടുത്തേക്ക് ചെന്ന് ദാഹം മാറ്റണം. വെള്ളം ആവശ്യപ്പെട്ട് ദാഹം മാറ്റണം. വെള്ളത്തിൽ നിൽക്കുന്ന ചെളിയിൽ പൂണ്ടുകിടക്കുന്ന താമരയ്ക്ക് മാത്രമേ അകലെയുള്ള സൂര്യപ്രകാശമേറ്റ് വിടരാൻ സാധിക്കൂ. സ്ഥാനത്തു നിൽക്കും പത്മത്തിന് അർക്കപാശികൾ ബാന്ധവ. വെള്ളത്തിൽ നിൽക്കുന്ന താമരയ്ക്ക് ചുട്ടുപഴുത്ത സൂര്യരശ്മി ഉറ്റ ബന്ധുവാണ്. വെള്ളത്തിൽ നിന്ന് താമര മാറി നിന്നാൽ, സ്ഥാനത്തു നിന്ന് വേർപെട്ടാൽ അതേ സൂര്യരശ്മിയേറ്റ് താമര കരിഞ്ഞു പോകും. സൂര്യനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരത്തിന്റെ ശാസ്ത്രം നാളെ മുതൽ പ്രാവർത്തികമാക്കണം. അമേധ്യത്തിന്റെ മുകളിലും സൂര്യപ്രകാശം വന്നിരിക്കും, റോസാ പുഷ്പത്തിന്റെ മുകളിലും സൂര്യപ്രകാശം വന്നിരിക്കും. സൂര്യന് ദുർഗന്ധവുമില്ല, സുഗന്ധവുമില്ല എന്ന് നമ്മൾ അറിയണം. എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുന്നത് കൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ എന്ന് ആചാര്യന്മാർ പറഞ്ഞു. ഇത് ഭഗവാന് വേണ്ടിയല്ല, ഭഗവതിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ഇവിടെ നടത്തുന്ന പ്രതിഷ്ഠയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പൂജയും നാളെ മുതൽ നടക്കാൻ പോകുന്ന യജ്ഞങ്ങളും ഒന്നും ഭഗവാനും ഭഗവതിക്കും വേണ്ടിയല്ല, ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ്. ദേവാലയത്തിലെ ശ്രീകോവിലിനുള്ളിൽ വിളക്ക് കത്തിക്കുന്നത് ഭഗവാന് വട്ടം കാണാനാണോ? അല്ല. ഭഗവതിക്ക് വട്ടം കാണാനാണോ? അല്ല. നമുക്ക് ഭഗവതിയെ കാണാനാണ്. ദേവാലയത്തിൽ ചന്ദനത്തിരി കത്തിക്കുന്നത് ഭഗവതിക്ക് മണക്കാനല്ല, ഭഗവാന് മണക്കാനല്ല. ദേവാലയത്തിനുള്ളിൽ ചന്ദനത്തിരി, ശ്രീകോവിലിനുള്ളിൽ വിഗ്രഹത്തിന്റെ മുന്നിലിരുന്ന് ചന്ദനത്തിരി കത്തി എരിയുന്നത് കാണുമ്പോ നമ്മൾ പ്രാർത്ഥിക്കണം, ദേവി ഈ ചന്ദനത്തിരി പോലെ ആക്കിത്തരണേ എന്റെ ജീവിതം എന്ന്. എന്താ? ചന്ദനത്തിരി കത്തിച്ചു വെച്ച സ്ഥാനത്ത് 5 മിനിറ്റ് കഴിഞ്ഞ് ചെന്ന് നോക്കിയാൽ അല്പം ചാരം കിടക്കുന്നത് കാണാം. നമ്മുടെ അവസ്ഥ ഇത്രയേ ഉള്ളൂ എന്ന് ഓർക്കാനാണ് ദേവാലയത്തിൽ ചന്ദനത്തിരി കത്തിക്കുന്നത്. ഉരുകി ഉരുകി എരിഞ്ഞെരിഞ്ഞ് ഇല്ലാതായി അവസാനം ഒരു നുള്ളു ചാരമായി തീരുന്ന നിമിഷം വരെ ഈ ചന്ദനത്തിരി പോലെ ചുറ്റും സുഗന്ധം പരത്താൻ എനിക്ക് കഴിയണമെന്ന് പ്രാർത്ഥിക്കാനാണ് ആ മഹായജ്ഞം. കർപ്പൂരം കത്തിക്കുന്നത് എന്തിനാണ്? ഭഗവാനും ഭഗവതിക്കും വേണ്ടിയല്ല. വേദവ്യാസൻ പറഞ്ഞു, അല്ലയോ മനുഷ്യ, നീ ഭൂമിയിൽ ഒരു നിമിഷം മാത്രമേ ജീവിക്കുന്നുള്ളൂ, മതി. പക്ഷേ അതൊരു കർപ്പൂര ദീപം പോലെ ജ്വലിച്ചുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കിടക്കുന്ന കല്ലും മുള്ളും നീയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചത് സാക്ഷാത്കരിക്കാനാണ് ഈ മഹായജ്ഞങ്ങൾ ദേവാലയത്തിൽ നടത്തുന്നത്. നിലവിളക്ക് കത്തിച്ച്, ചന്ദനത്തിരി കത്തിച്ച്, കർപ്പൂരം കത്തിച്ച്, പ്രാർത്ഥിച്ച്, കുടുംബസഹിതം അച്ഛനും അമ്മയും മക്കളും കൂടി, സഹോദരനും സഹോദരിയും കൂടി ഒരുമിച്ചിരുന്ന ദേവാലയത്തിന്റെ മഹാസങ്കല്പത്തെ വീട്ടിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വീടിനെ ദേവാലയമാക്കി മാറ്റുന്ന മഹായജ്ഞങ്ങൾ നമ്മുടെ വീടുകളിൽ നടന്നിരുന്നു. അന്നത്തെയൊക്കെ അന്തരീക്ഷം, അന്നത്തെയൊക്കെ കുടുംബത്തിന്റെ സ്നേഹം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ല. അന്നൊക്കെ 8ഉം 10ഉം പേരുണ്ടാവും ഒരു വീട്ടിൽ. മുതിർന്നവരോടൊക്കെ ചോദിച്ചാൽ അറിയാം. സഹോദരീ സഹോദരന്മാർ തന്നെ 8ഉം 10ഉം പേരുണ്ടാവും. നമ്മുടെയൊക്കെ അച്ഛന്റെയും അപ്പൂപ്പന്റെയും കാലത്ത് കൂട്ടുകുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് സന്ധ്യയ്ക്ക് നാമം ജപിക്കും. വിളക്ക് കത്തിച്ച് വലത് കൈയിൽ ഏന്തി ഇടത് കൈ കൊണ്ട് അതിനടിക്കൊരു താങ്ങ് കൊടുത്ത് വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തിൽ വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗം വന്ന് പറയും,
ദീപം ദീപം ദീപം. ഇപ്പോഴോ ടി വി ടി വി ടി വി. ഭാര്യയുടെ തലയ്ക്ക് ചുറ്റിയടിച്ചു കൊല്ലുന്ന ഭർത്താവിന്റെ സീരിയൽ, ഭർത്താവിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലുന്ന ഭാര്യയുടെ സീരിയൽ, അമ്മായിയമ്മയ്ക്ക് വിഷം കൊടുക്കുന്ന മരുമകൾ, മരുമകൾക്ക് വിഷം കൊടുക്കുന്ന അമ്മായിയമ്മ, അച്ഛന്റെ വയററുത്തു മാറ്റുന്ന മകൻ, അമ്മയെ കൊന്ന് കുഴിച്ചിടുന്ന മകൾ, വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അപഹരിച്ചിട്ട് അവളുടെ വായിൽ വിഷമൊഴിച്ചു കൊടുത്തിട്ട് വിഷക്കുപ്പി അവളുടെ കയ്യിൽ തന്നെ പിടിപ്പിച്ചിട്ട് അടുത്ത വീട്ടിലെ പെൺകുട്ടിയുമായിട്ട് ഒളിച്ചോടി പോകുന്ന ചെറുപ്പക്കാരന്റെ സീരിയൽ. അതിന്റെയൊക്കെ മുന്നിലാണ് നമ്മളിൽ കൂടുതൽ. SSLC പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഒരു ഹിന്ദു കുട്ടിയെ വിളിച്ചിട്ട് ഭഗവത്ഗീതയിലെ 8ാം അധ്യായത്തിലെ ആദ്യത്തെ 4 വരി പറയാൻ പറഞ്ഞാൽ അവൻ പറയില്ല. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ക്രിസ്ത്യാനി കുട്ടിയെ വിളിച്ചിട്ട് മത്തായിയുടെ സുവിശേഷം 5ാം അധ്യായം 15ാം വാക്യം ചോദിച്ചാൽ ആ കുട്ടി അപ്പോൾ തന്നെ മറുപടി പറയും. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം കുട്ടിയെ വിളിച്ചിട്ട് ഖുറാനിലെ 7ാം പേജിലെ ആദ്യത്തെ ലൈൻ ചോദിച്ചാൽ അവൻ മറുപടി പറയും. ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ടേ ക്രൈസ്തവ മുസ്ലിം കുട്ടികൾ കേട്ടത് മതബോധത്തിന്റെ ശാസ്ത്രീയ തരംഗങ്ങളാണ്. ഹിന്ദുവിനത് കേൾക്കാൻ